ആൻഡ് ചിൽഡ്രൻ എന്നുള്ളൊരു പുസ്തകമുണ്ട്. അതില് ഒരു പ്രവാചക കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് അഷിയാട്ട ഷീമാഷ് എന്നാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങളുണ്ട് 2-3. ആ വചനങ്ങൾ ഞാൻ പറയാം. ആ 3 കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് വചനങ്ങൾ. അഷിയാട്ട ഷീമാഷ് അത് ഗുരുജീഫിന്റെ ആ ഗ്രന്ഥത്തിലുള്ള പ്രവാചക കഥാപാത്രത്തിന്റെ വചനങ്ങൾ. ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ്. Faith of consciousness is freedom. Faith of feeling is weakness. Faith of body is stupidity. പിന്നെ ലവിനെ കുറിച്ചാണ്. Love of consciousness evokes the same in response. Love of feeling evokes the opposite. Love of body depends only on type and polarity. പിന്നെ ഹോപ്പിനെ കുറിച്ചാണ്. Hope of consciousness is strength. Hope of feeling is slavery. Hope of body is disease. ഇതിനെക്കുറിച്ച് സാറ് എന്ത് സംസാരിക്കുന്നു? 3 കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് കോൺഷ്യസ്നെസ്, ഫീലിംഗ്, ബോഡി അല്ലേ? അതെ. അതിനകത്ത് ഫെയ്ത്ത്, ലവ്, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ ഹോപ്പ്. ഈ 3 കാര്യങ്ങളാണ് ചേർത്ത് നോക്കിയിരിക്കുന്നത് അദ്ദേഹം. ഈ സാറ് പറയുണ്ടായി ഗുർജീഫ് ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് സ്വരാഷ്ട്രയെ പാത്രവൽക്കരിച്ചുകൊണ്ടാണെന്ന് സാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വരാഷ്ട്രർ ചിരിച്ചുകൊണ്ട് ജനിച്ച ഒരു പ്രവാചകനായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും കരയും, സ്വരാഷ്ട്ര മാത്രം ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സങ്കല്പം അനുസരിച്ച് ദൈവസങ്കല്പം, സൃഷ്ടാവിൻ്റെ സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതേ ഇല്ല. നമ്മുടെ ചിന്തകളും നമ്മളിവിടെ നടക്കുന്ന ചർച്ചകളിലെ മെയിൻ തീമും സ്വരാഷ്ട്ര ചിന്തകളുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഒരുപക്ഷെ സ്വരാഷ്ട്രയുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് കാണാം എന്ന് പറഞ്ഞത്. കാരണം മാനവികതയുടെ പൂർണിമ എന്ന് പറയുന്നതാണ് ദൈവസമാനമായിരിക്കുന്ന ആരാധന ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് മനുഷ്യൻ പൂർത്തീകരിച്ചെത്തുന്നിടത്താണ് ഈ ദൈവസമാനമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് മനുഷ്യൻ. അദ്ദേഹം അതിനെയാണ് ഐഡിയലായിട്ടുള്ളൊരു ഉത്തമ പുരുഷനായിട്ട് കാണുന്നത്. മനുഷ്യന് സഹജമായിരിക്കുന്ന സിദ്ധികൾ മനുഷ്യന് സിദ്ധിച്ചിട്ടുള്ളവയാണ്. അവ പുറത്തു വരുന്നത് അവൻ്റെ പൂർണിമയോട് കൂടിയാണെന്നാണ് നമ്മുടെ തീരുമാനം. അല്ലാതെ എവിടുന്നെങ്കിലും ലഭിക്കുന്നത് എന്നുള്ളതല്ല. അത് നേരത്തെ ഉണ്ട്, അത് പുറത്തു വരുന്നു, ഡിസ്കവറി എന്നുള്ള അർത്ഥത്തിലാണ്. അതുമായിട്ട് വളരെ യോജിപ്പുള്ള ദർശനമാണ് സാരസ്വതയുടെ അഥവാ സ്വരാഷ്ട്രൻ്റെ ദർശനം. സ്വരാഷ്ട്രയുടെ കഥ എന്ന് പറയുമ്പോൾ സ്വരാഷ്ട്രർ ഒരു ബാലൻസ്ഡ് ബുദ്ധനായിട്ട് കാണാം. കാരണം നിയമങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷ്യസിനെ പോലെയും ഭാവനയുടെ കാര്യത്തിൽ ലാവോട്സുവിനെ പോലെയും സ്വരാഷ്ട്രനെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ ബാലൻസ് ഉള്ള ബുദ്ധന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്നുകിൽ അവർ ചിതാത്മക സ്വരൂപമായിരിക്കും, അല്ലെങ്കിൽ അവർ ആനന്ദാത്മക സ്വരൂപമായിരിക്കും. ഇപ്പോൾ ശ്രീരാമനെ എടുത്തു കഴിഞ്ഞാൽ ചിത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ശ്രീകൃഷ്ണനെ എടുത്തു കഴിഞ്ഞാൽ ആനന്ദവുമായി ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായുന്നുണ്ട്. താരതമ്യേന സന്തുലിതാവസ്ഥയിലുള്ള ഒരു ബുദ്ധനായിരുന്നു അദ്ദേഹം. അപ്പോൾ ചോദിക്കാം, ബുദ്ധന്മാർക്ക് എങ്ങനെ ഒരു സന്തുലിതാവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ അവരെ ബുദ്ധന്മാരെന്ന് വിളിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ ഒരു വഴി അവർക്ക് തിരഞ്ഞെടുത്തേ എപ്പോഴും. ആ വഴി ഒന്ന് ചിത്തിൻ്റെ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ അവർ മാസ്റ്റർമാരായിരിക്കും. അല്ലെങ്കിൽ അവർ ആനന്ദത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ മിസ്റ്റിക്കുകളാവും. മിസ്റ്റിക്കുകളാണെങ്കിൽ അവരുടെ ആനന്ദപ്രാപ്തിയുടെ ലഹരിയിൽ ഉന്മത്തരായിരിക്കുന്ന അവസ്ഥ പോലെ കാണപ്പെടുന്നതിനാൽ അവർ നമുക്കൊരു മിസ്റ്റായിട്ട് തോന്നും, ഒരു മൂടൽമഞ്ഞ് പോലെ തോന്നും. പക്ഷെ സ്ത്രൈണമായിരിക്കുന്ന സ്നേഹമായിരിക്കും നമ്മളോടുണ്ടായിരിക്കുന്നത്. ഏവരെയും അടുപ്പിക്കുകയും പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ മാസ്റ്റർമാരാകുന്നവർ ചിത്തിൻ്റെ സ്വഭാവത്തിലുള്ളവർ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പെരുമാറുന്നവരായിരിക്കും, പഠിപ്പിക്കുന്നവരായിരിക്കും. അവർ പരുഷമായിട്ട് പഠിപ്പിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. അച്ഛനെ പോലെ ആയിരിക്കും അവർ പെരുമാറുന്നത്. ഇതാണ് ആ 2 വഴികൾ. ഇതിൻ്റെ നടുക്കൂടെ പോയിട്ടുള്ള അപൂർവ ചില ബുദ്ധന്മാരേ ഉള്ളൂ. അതിലൊന്നായിട്ട് സാരദുഷ്ടയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ കാലക്രമേണ നമുക്ക് നഷ്ടപ്പെട്ട ഒരു തത്വസംഹിതയാണ് അദ്ദേഹത്തിൻ്റേതായിട്ടിപ്പോൾ. അദ്ദേഹത്തിൻ്റെ കാലത്തെ
ഓർമ്മിപ്പിക്കാനായിട്ട് സെൻ്റ് അവസ്ഥയും കുറച്ച് ഗ്രന്ഥങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അവയൊക്കെ തന്നെ മതഗ്രന്ഥങ്ങളായിട്ട് മാത്രമേ കാണാനുള്ളൂ. അതങ്ങനെ നിൽക്കട്ടെ. അപ്പം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കഥാപാത്ര സൃഷ്ടി നടത്തുമ്പോൾ ഗുർജീഫിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗുർജീഫിൻ്റെ ആശയങ്ങളും സാരദൃഷ്ടിയുടെ ആശയങ്ങളും ചേർന്ന് വരുന്നു എന്ന് സങ്കല്പിക്കേണ്ടതായിട്ട് വരും. അപ്പം അദ്ദേഹം ഇവിടെ 3 കാര്യങ്ങളെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏറ്റവും മുകളിൽ സൂപ്പർലേറ്റീവായിട്ട് കോൺഷ്യസ്നെസ്, ബോധം. രണ്ടാമത്തെ തട്ടിൽ ഫീലിംഗ് അഥവാ അനുഭവം, അല്ലെങ്കിൽ അനുഭൂതികൾ, അല്ലെങ്കിൽ വേദനകൾ, ഇവയൊക്കെ എടുക്കാം. മൂന്നാമത്തെ തലത്തിൽ, അതായത് ഏറ്റവും താഴത്തെ തലത്തിൽ ശരീരം, ബോഡി. ഇത് മൂന്നും വ്യക്തമായിട്ട് നമുക്ക് ഇവിടെയുള്ള ശരീരത്രയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ബോഡി എന്ന് പറയുന്ന സ്ഥൂല ശരീരം തന്നെയാണ്. സ്ഥൂല ശരീരവും സ്ഥൂല ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥൂല പ്രപഞ്ചവും. അതിന് തൊട്ടുമുകളിൽ ഫീലിംഗ് എന്ന് പറയുന്നത് മനസ്സുൾപ്പെടെയുള്ള സൂക്ഷ്മ ശരീരവും സൂക്ഷ്മ പ്രപഞ്ചവും. അതിനു മുകളിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കാരണശരീരവും ഇതിനൊക്കെ ഉപരിയായിരിക്കുന്ന ബോധതലവും. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ബോധം വച്ചിരിക്കുന്നതുകൊണ്ട് ബോധത്തിനോടൊരു ആഭിമുഖ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലൊക്കെ അത് വ്യക്തമാകുന്നുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളിലും വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചായ്വ് കോൺഷ്യസ്നെസ്സിനോടാണ്, ബോധത്തോടാണ്. ബോധത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ബോഡിയെ പൂർണ്ണമായും നിരാകരിക്കുന്നതായി നമ്മൾ കാണുന്നു. നടുക്കുള്ള ഫീലിങ്സ് എന്ന് പറയുന്ന ഘടകത്തെ, അഥവാ സൂക്ഷ്മ ശരീരത്തെ, സൂക്ഷ്മലോകത്തെ, മനസ്സെന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. മനസ്സിനെ ഒരു മധ്യവർത്തിയായി അതിനെ സ്വീകരിക്കുന്നുണ്ട്. അത്രയ്ക്ക് പോരാ എന്നാലും. അപ്പോൾ കോൺഷ്യസ്നെസ്സിനുള്ള പ്രാമുഖ്യം, കോൺഷ്യസിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹം ഈ 3 വാക്കുകളിൽ കൂടി, 9 വാക്കുകളിൽ കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിൻ്റെ മധ്യവർത്തിത്വത്തെക്കുറിച്ചും അതിൽ സൂചിതമാണ്. ബോഡിയുടെ ഒട്ടും ചേരാത്ത, ബോഡിയെ ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സംസാരവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് 3ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതായത് ബോഡി, പിന്നെ ഫീലിംഗ്, പിന്നെ കോൺഷ്യസ്നസ്. സ്ഥൂല സൂക്ഷ്മ കാരണ തത്വങ്ങൾ എന്ന് നമുക്ക് അതിനെ എടുക്കാം. ഇനി അദ്ദേഹം അവയോട് ചേർത്ത് വച്ചു നോക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് 1 ഹോപ്പ്, 2 ലവ്, ഏറ്റവും മുകളിൽ ഫെയ്ത്ത്. ശരി. അപ്പോൾ ഫെയ്ത്ത്, ലവ്, ഹോപ്പ് എന്ന് പറയുന്നതാണ്. ഇതിനൊരു ക്രമമുണ്ടെന്ന് സാർ ശ്രദ്ധിക്കണം. ഏറ്റവും താഴെ ഹോപ്പാണ്. ഹോപ്പെന്ന് പറയുന്നത് ഒരു ഐഡിയലായിട്ടുള്ള കാര്യമല്ല. വിശ്വാസമില്ലായ്മയിലാണ് ഹോപ്പ് ഉണ്ടാകുന്നത്. വിശ്വാസം ഉള്ളിടത്ത് ഹോപ്പിൻ്റെ ആവശ്യമില്ല. ഹോപ്പെന്ന് പറയുന്നതിനകത്ത് ഹോപ്പ്ലെസ്നെസ് ഒരു ചെറിയ ശതമാനം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഹോപ്പ് ഉണ്ടാകുന്നത്. ഹോപ്പ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരുവൻ ഫെയ്ത്തിലേക്ക് ട്രാൻസെൻഡ് ചെയ്യുന്നു എന്ന് സാറ് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ആ പാരസ്പര്യത്തിലെ ഏറ്റവും താഴത്തെ ഘടകമാണ് ഹോപ്പ്, പ്രത്യാശ. ഏറ്റവും മുകളിലത്തെ ഘടകമാണ് ഉറച്ച വിശ്വാസം.
ഫെയ്ത്ത്. ഈ ഉറച്ച വിശ്വാസത്തിലേക്ക് പ്രത്യാശയിൽ നിന്ന് എങ്ങനെയാണ് വളർന്ന് മുകളിലോട്ട് എത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹത്തിലൂടെയാണ്. അതാണ് താഴെ ഹോപ്പ്, രണ്ടാമത് ലവ്, മൂന്നാമത് ഫെയ്ത്ത് എന്ന് പറയുന്ന 3 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല ആ ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ ആ സാഹിത്യ സൃഷ്ടിയിലും സൂചിപ്പിക്കുന്നില്ലായിരിക്കും. പക്ഷേ പരോക്ഷമായിട്ട് ഈ 3 ഘട്ടങ്ങളെയും വളരെ മനോഹരമായിട്ട് പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഹോപ്പ് ഒന്നാമതായിട്ട്. ഹോപ്പ് എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ പാതിപ്പാതി ഉള്ള അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹോപ്പ്. പ്രത്യാശയാണ്. നടക്കും, നടന്നുകൊള്ളും, ശരിയാകും എന്നൊക്കെയുള്ള വിശ്വാസം നമുക്കിപ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുവരെ ശരിയാകും എന്നൊക്കെയുള്ള വിശ്വാസം. ഈ വിശ്വാസം എവിടെയൊക്കെ ആകാം എന്ന് അദ്ദേഹം ആദ്യം പരിശോധിക്കുന്നു. ഹോപ്പ് ഇൻ കോൺഷ്യസ്നെസ് 1, ഹോപ്പ് ഇൻ ഫീലിങ്സ് 2, ഹോപ്പ് ഇൻ ബോഡി 3. അപ്പോൾ ആദ്യമായി ഒരുവൻ എത്തിച്ചേരുന്ന ഹോപ്പ് എന്ന് പറയുന്നത് ബോഡി തന്നെയാണ്. കാരണം തനിക്ക് ചെയ്യാൻ പറ്റും, തൻ്റെ ശരീരത്തിന് അത് ചെയ്യാൻ പറ്റും, തൻ്റെ ശരീരത്തിന് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു പ്രത്യാശയാണ് ആദ്യം തുടങ്ങുന്നത്. അത് അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു? ഹോപ്പ് ഇൻ ബോഡി ഡിസീസ്. ഹോപ്പ് ഇൻ ബോഡി ഡിസീസ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അല്ല, ഒന്ന് തീർന്നോട്ടെ സാർ. സാറ് മുഴുവൻ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് പറയാനൊക്കില്ല. ഞാൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ചോദിച്ചോളാം. ഓരോന്നായിട്ട് ചോദിച്ചോളാം, മുഴുവൻ പറയണ്ട. തൽക്കാലം നമുക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ടേ അധികം കഴിക്കാൻ ഒക്കില്ല. എല്ലാം കൂടെ പതുക്കെ കഴിച്ചാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം. അതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഹോപ്പ് ഇൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ശരീരത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ശരീരം ആവശ്യപ്പെടുന്ന പോലുള്ള എല്ലാ ചേഷ്ടകളിലും പെരുമാറുകയും എല്ലാ ആഹാരങ്ങളും വലിച്ചുവാരി കഴിക്കുകയും ചെയ്യുന്നതാണ് ഹോപ്പ് ഇൻ ബോഡി. അതാണ് ഹോപ്പ് ഇൻ ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ ഹോപ്പ് ഇൻ ബോഡിയും വെച്ചുകൊണ്ട് ശരീരത്തിൽ അങ്ങനെ പ്രത്യാശയും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക് വരുന്ന അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്ത് പറഞ്ഞു? ഡിസീസ്. യെസ്, ഡിസീസ്. സിമ്പിൾ. ഹോപ്പ് ഇൻ ബോഡി ഡിസീസാണ്. ആ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ശരീരത്തിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ കഴിഞ്ഞ് അതിനൊന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ ആ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആ അവസ്ഥയിൽ അത് ശരീരം രോഗത്തിലേക്ക് പോകുന്നു. അങ്ങനെ രോഗത്തിലേക്ക് പോകുമ്പോൾ ഗുർദീഫ് പറയുന്ന അഭിപ്രായത്തിൽ ഒരു ഷോക്ക് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അന്നത്തെ ക്ലാസിക്കൽ ഫിലോസഫേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഒരു മെറ്റനോയിയ എന്ന് പറയും, മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക്, ചേഞ്ച് ഓഫ് മൈൻഡ്. അതോടുകൂടി അവൻ ഉണരുന്നു. ഒരു രോഗം വരുമ്പോൾ ഒരു പ്രതിസന്ധി കൊണ്ട് ഉണരുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മളതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അവർ പറയുന്ന വാദങ്ങളാണ് ഈ പറയുന്നത്. സാർ ആ ചോദിച്ചു, അതിൻ്റെ വിശദീകരണം നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു താൽക്കാലികമായ എവേക്കൻഡ് കണ്ടീഷനാണ്. ആ സ്ലീപ്പിംഗ് ആയിരുന്ന സ്റ്റേറ്റിൽ നിന്ന് എവേക്കൻഡ് ആകുന്നു. ആ സ്റ്റേറ്റിൽ അയാൾ ഫീലിങ്സിൽ ഹോപ്പ് വയ്ക്കുന്നു. അപ്പോൾ ഫീലിങ്സിൽ, അതായത് അയാളുടെ തോന്നലുകളിൽ അയാൾ ഹോപ്പ് പ്രത്യാശ വയ്ക്കുമ്പോൾ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മനസ്സിൻ്റെ തോന്നലുകളിൽ, വിചാരങ്ങളിൽ, കരുതലുകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, മനസ്സിൻ്റെ തോന്നലുകളിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, അതിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ അതുണ്ടാകുന്നത് ഒരടിമത്വമാണ്. എങ്ങനെ? മനസ്സ് പറയുന്നു രോഗം ഭേദമാകും, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടും ഇത്യാദി ആശയങ്ങൾ മനസ്സിലുണ്ടാകുന്നത് കൊണ്ട് ശരീരത്തിനെ നമ്മൾ പ്രത്യാശ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യത്തിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, മിസറബിളായിട്ടുള്ള കണ്ടീഷൻസ്, അതിനെ വകവയ്ക്കാതെ നമ്മൾ ഈ ഫീലിങ്സിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നിടത്ത് ഉണ്ടാകുന്ന രണ്ടാമത്തെ കണ്ടീഷനാണ് സ്ലേവറി, അടിമത്തം ഉണ്ടാകും. മുന്നോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല.
അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ ശരീരത്തിലുള്ള പ്രത്യാശ വച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തോട് സ്നേഹമുണ്ടാവുകയും ചെയ്യും. സ്നേഹമെന്ന് പറയുന്നത് പ്രത്യാശയിൽ നിന്ന് വിശ്വാസത്തിലെത്താനുള്ള വഴിയാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ആ ലവ് എന്ന് പറയുന്നത് ബോഡിയിലും തോന്നി തുടങ്ങും ആദ്യം തന്നെ. അപ്പോൾ ലവ് ഓഫ് ബോഡി എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് അത് ബോഡി അനുസരിച്ചാണ് ഇരിക്കുന്നത്. ശരീരം എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ശരീരത്തിൻ്റെ പ്രത്യാഘാതം എന്ന്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റിൽ പ്രത്യാശ കോൺഷ്യസ്നെസ്സിലേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് പ്രത്യാശ കോൺഷ്യസ്നെസ്സിലാകുന്നതിന് മുമ്പ് മറ്റ് ചില ഘട്ടങ്ങൾ കടന്നു പോകാനായിട്ടുണ്ട്. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ ശരീരത്തോടുള്ള പ്രേമമാണ്. രണ്ടാമത്തെ പ്രേമം ശരീരത്തോട് തോന്നുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദ ലവ് ടുവേർഡ്സ് ഫീലിങ്സ്, അതിന് അദ്ദേഹം എന്ത് പറയുന്നു? ലവ് ഓഫ് ഫീലിംഗ് ഇവോക്സ് ദ ഓപ്പോസിറ്റ്. അതായത് ഈ മാനസികമായിരിക്കുന്ന അവസ്ഥകളോട് തോന്നുന്ന പ്രേമം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ നേരെ തിരിച്ചുള്ള എഫക്റ്റായിരിക്കും ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമത്തിനെ ആ സർവ്വവ്യാപിത്വമായിരിക്കുന്ന വിശ്വപ്രേമമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രേമം മാനസികമായിട്ട് ഫീലിങ്ങിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ തുടങ്ങുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് അതോടൊപ്പം മനുഷ്യൻ പൊസസീവ് ആകുന്നു എന്നുള്ളതാണ്. പൊസസീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ സങ്കുചിതമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക, പ്രേമം സങ്കുചിതമാവുക. ആ പ്രേമത്തിൽ ആ വ്യക്തിയെ ബന്ധിക്കാനുള്ള താല്പര്യം ഉണ്ടാവുക. ഇതെല്ലാം തിരിച്ചടിയും. ഞാനിത് പണ്ടൊരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ലവ് ട്രയാങ്കിൾ തിയറിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അസെൻഡിങ് കർവ്, കോൺസ്റ്റൻറ്റ് കർവ്, ഡിക്ലൈനിങ് കർവ്, നെഗറ്റീവ് കർവ്, നാലാമത്തെ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടാവും. ആ നെഗറ്റീവ് കർവിലേക്ക് പോകുന്നതാണ് ആ തിരിച്ചു വരുന്ന എഫക്റ്റ്. മൂന്നാമത് ലവ് ഫോർ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. അതിലേക്ക് പിന്നീട് വരാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ഫെയ്ത്ത് ഇൻ ബോഡിയാണ്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഫെയ്ത്ത് ഇൻ ബോഡി, അതായത് ഹോപ്പ് ഇൻ ബോഡി, ലവ് ടുവേർഡ്സ് ബോഡി, ലവ് ഓഫ് ബോഡി, പിന്നെ ഫെയ്ത്ത് ഇൻ ബോഡി എന്ന് പറയുന്ന മൂന്നാമത്തെ. അദ്ദേഹം എന്ത് പറയുന്നു ഫെയ്ത്ത് ഇൻ ബോഡിയെക്കുറിച്ച്? സ്റ്റുപ്പിഡിറ്റി ആണോ? സ്റ്റുപ്പിഡിറ്റി. ഫെയ്ത്ത് ഇൻ ബോഡി സ്റ്റുപ്പിഡാണെന്ന് പറയുന്നതിന് കാരണം അത് ക്ഷണഭങ്കുരമാണ്, നിൽക്കുന്നതല്ല എന്നവിടെ സൂചിതമാണ്. അതുകൊണ്ടാണല്ലോ മുകളിലേക്ക് വരുന്നത്. ബോഡി എന്ന് പറയുന്നതിന് പെർമനൻ്റായിട്ട് നമ്മളെ ടോളറേറ്റ് ചെയ്ത് സത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ അതിന് മുകളിലേക്ക് വരില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സൂചന. അപ്പോൾ അവിടെ ബോഡി ഡിനൈ ചെയ്യുന്നു. ബോഡിയിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കാതെ ബോഡിക്ക് മുകളിലുള്ള ഘട്ടങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. അതാണ് നമ്മൾ സ്റ്റുപ്പിഡിറ്റി എന്ന് ഉദ്ദേശിച്ചത്. രണ്ടാമത് ഫെയ്ത്ത് ഇൻ ഫീലിങ്സ് എന്നാണ് രണ്ടാമത്തെ കാര്യം ഉണ്ടാകുന്നത്. ഫെയ്ത്ത് ഇൻ ഫീലിങ്സ് എന്ന് പറയുന്ന ഉണ്ടാകുന്ന സ്റ്റേറ്റ് എന്താണ് അദ്ദേഹം പറയുന്നത്? ഫെയ്ത്ത് ഇൻ ഫീലിങ്സ് വീക്ക്നെസ്സുകളാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഫെയ്ത്ത് ഇൻ ഫീലിങ്സ് വീക്ക്നെസ് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീലിങ്സിനെ, മനസ്സിൻ്റെ ചോദനകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നർത്ഥം. അതാണ് ദൗർബല്യം. മനസ്സിൻ്റെ ചോദനകളെ കണ്ണടച്ച് വിശ്വസിക്കുക, മനസ്സിനെ ഒരു മാസ്റ്ററാക്കുക, നമ്മൾ അതിൻ്റെ സ്ലേവ് ആകുക. രണ്ടാമത് മനസ്സുമായി ബന്ധപ്പെടുമ്പോൾ സ്ലേവറിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിനെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ഫെയ്ത്ത് മനസ്സിൽ കൊടുക്കുമ്പോൾ, മനസ്സ് അദ്ദേഹം പറഞ്ഞതുപോലെ ഫെയ്ത്ത് ഓഫ് ഫീലിംഗ് ഈസ് വീക്ക്നെസ്. ഓക്കെ, വീക്ക്നെസ് ഉണ്ടാക്കുന്നു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദൗർബല്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റുകളെയും നമ്മൾ ഒന്ന് ആദ്യമായിട്ട് നോക്കണം. ഗുർജീഫിൻ്റെ ടീച്ചിങ്ങുമായിട്ട് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഹോപ്പ് ഇൻ ബോഡി എന്ന് പറയുന്നത്, ലവ് ഓഫ് ബോഡി എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഇൻ ബോഡി എന്ന് പറയുന്നത് മൂന്നും ഒരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അദ്ദേഹം അസ്ലീപ്പ് എന്ന് വിളിക്കുന്നു. അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ സ്റ്റേറ്റിലാണ്. അവർ വേറൊന്നും അറിയുന്നില്ല. താൽക്കാലികമായിട്ട് ശരീരത്തിൽ മുഴുകിക്കിടക്കുന്നു. ശരീരത്തിലും ഭൗതികമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചത്തിലും മാത്രം ഒഴുകി അവർ കിടക്കുന്നു.
പക്ഷേ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തോടു കൂടി അവർ അവേക്കൻഡ് ആവുകയും ഒരു മാഗ്നറ്റിക് സെൻറ്ററോട് കൂടി അവർ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും ശ്രദ്ധിക്കാനും അവർക്ക് മാറ്റം വരുത്താനും ഒക്കെ തുടങ്ങുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഹോപ്പ് ഇൻ ഫീലിങ്സ്, രണ്ടാമത് ലവ് ഫോർ ഫീലിങ്സ്, മൂന്നാമത് ഫെയ്ത്ത് ഇൻ ഫീലിങ്സ്. ഇത് രണ്ടാമത്തെ കാര്യം. കാരണം ഒരു ഫീലിംഗ് എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. അവിടെ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നെഗറ്റീവും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവും, രണ്ടാമത്തെ സ്റ്റേജ് പോസിറ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവുമാണ്. രണ്ടാമത്തെ സ്റ്റേജിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന മെറ്റനോയിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഓഫ് സെൽഫ്, റിമംബറൻസ് ഓഫ് സെൽഫ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹോപ്പ്, ലവ്, ഫെയ്ത്ത്. ഇത് മൂന്നും കോൺഷ്യസ്നെസ്സിലുണ്ടാകുന്നതാണ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐഡിയൽ കോൺഷ്യസ്നെസ് എന്ന് ഗുരുദീപ് പറയുന്ന ഐഡിയൽ സ്റ്റേറ്റിലാണ് എത്തുന്നത് മനുഷ്യൻ. അപ്പോൾ ഇതൊരു സ്വപ്നമായിട്ട് കാണാം. സ്വപ്നമായിട്ടെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ആരും എത്തുന്നില്ല എന്നല്ല, അത് സാക്ഷാത്കരിക്കുന്ന മനുഷ്യനുണ്ടായിരിക്കും. പക്ഷേ ബോധപ്രാപ്തി എന്ന് പറയുന്ന ഒരു സ്വപ്നം വെച്ചുകൊണ്ടാണല്ലോ മുമ്പേ ആൾക്കാരിങ്ങനെ നടക്കുന്നത്. ബോധപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ബോധപ്രാപ്തിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ബോധത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തിരിച്ചു പോകാനുള്ള വഴി നമ്മൾ മറ്റു വഴികളിൽ സഞ്ചരിക്കാനുള്ള ഭ്രമം കൊണ്ട് നമുക്ക് തിരിച്ചു പോകാതിരിക്കുന്നതാണ്. ഏറ്റവും എളുപ്പം പോകാവുന്നത് ബോധത്തിലേക്ക് മാത്രമാണ്. ബോധത്തിലേക്ക് വന്ന വഴി തിരിച്ചു പോയാൽ മതി. പക്ഷേ ബോധത്തിൽ നിന്ന് വന്ന വഴി കണ്ട വഴിവാണിഭങ്ങളിലെല്ലാം കുടുങ്ങി, കണ്ട ഇടത്താവളങ്ങളിലെല്ലാം ചാഞ്ഞ്, അവിടോട്ടുള്ള ഓടുവഴികളിലൊക്കെ സഞ്ചരിച്ച് പദസഞ്ചലനം നടത്തി അവിടെ ഇവിടെയും കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് വഴി തെറ്റിയിരിക്കുന്നതാണ്. അല്ലാതെ ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് നിശ്ചയമായും തിരിച്ച് ബോധത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു ബോധപ്രാപ്തി ഐഡിയൽ സ്റ്റേറ്റിനകത്തേക്ക് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ അദ്ദേഹം കടക്കുകയാണ്. അതിനകത്ത് ഹോപ്പ് ഇൻ കോൺഷ്യസ്നെസ് വരുന്നു. ഹോപ്പ് ഇൻ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്. യെസ്, ഹോപ്പ് ഇൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് അദ്ദേഹം പറയും. അവിടെ ബലമുണ്ടാകും. അതുവരെ സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, റഷ്യൻ കഥാപാത്രം റാസ്പുടിൻ. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് മോസ്കോയിലേക്ക് വരുന്നത് മാതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാതാവ് വഴികാട്ടി കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ഇതാണ് സ്ട്രെങ്ത്. ഫെയ്ത്ത് ഇൻ കോൺഷ്യസ്നെസ് ഇസ് സ്ട്രെങ്ത്. രണ്ടാമത് ഫെയ്ത്ത് ഉണ്ടായി കഴിയുമ്പം മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ലവ്. അൺലെസ് ദെയർ ഇസ് ഫെയ്ത്ത് യു കനോട്ട് ലവ്. സ്നേഹിക്കാനേ സാധ്യമല്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഫെയ്ത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സ്നേഹം ആരംഭിക്കും. ഫെയ്ത്ത് ഇല്ലെങ്കിൽ സ്നേഹമില്ല. സ്നേഹം ഉണ്ടെന്ന് അഭിനയിക്കും. പക്ഷെ ഫെയ്ത്ത് ഇല്ലാത്തത് കൊണ്ട് സ്നേഹം എല്ലാ ദിവസവും പിഴുത് വേര് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫെയ്ത്തിൽ നിന്ന് ലവ് ഓഫ് കോൺഷ്യസ്നെസ് രണ്ടാമത് വരുന്നു. ആ ലവ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്ത് പറയുന്നു അദ്ദേഹം? അത് ഗുർജീഫിൻ്റെ തന്നെ തിയറിയാണ്. ഇവിടെ എങ്ങനെയാണോ അത് അവിടെയും ഇങ്ങനെയായിരിക്കും. ഇവിടെ എങ്ങനെയാണോ താഴെ എങ്ങനെയാണോ മുകളിലും അതായിരിക്കും എന്ന് പറയുന്നതാണ്. അതായത് മനസ്സ് എന്ന് പറയുന്നതിനെ വിട്ടുകൊണ്ട് കോൺഷ്യസ്നെസ്സിനകത്തേക്കുള്ള പ്രേമം ഉണ്ടായിക്കഴിയുമ്പോൾ ആ പ്രേമം കോൺഷ്യസ്നെസ് നമ്മളോടുകൂടി കാണിക്കുന്നു എന്നർത്ഥം. പ്രകൃതി നമുക്ക് സഹായമായിട്ട് വരുന്നു, പ്രകൃതി നമ്മോട് ചേർന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു സ്റ്റേറ്റാണ്, ഒരു ഐഡിയൽ സ്റ്റേറ്റാണിത്. ബുദ്ധൻ്റേതായ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ താഴത്തെ ഹോപ്പ് ഫോർ കോൺഷ്യസ്നെസ്. അതിൽ നിന്ന് അദ്ദേഹം വളർന്ന് ലവ് ഫോർ കോൺഷ്യസ്നെസ്സിലെത്തുന്നു. മൂന്നാമത് ഫെയ്ത്ത് ഇൻ കോൺഷ്യസ്നെസ്സിലെത്തുന്നു. അവിടെയോ തീർന്നു. അതോടെ പിന്നെ ഈ ബന്ധനം അവസാനിക്കുന്നു. അതുവരെയുള്ള എല്ലാ ബന്ധനങ്ങളും അവസാനിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു. ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലുള്ള കാര്യം മനോഹരമായിട്ടൊരു കഥാപാത്രത്തിൻ്റെ വാക്കുകളിൽ കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വേറൊന്നുമല്ല, ആ ഐഡിയൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത് അസ്ലീപ്പ് സ്റ്റേറ്റിൽ നിന്ന് അവേക്കൻഡ് സ്റ്റേറ്റിൽ കൂടെ ഒബ്സർവേഷൻ, റിമംബറൻസ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടി എങ്ങനെയാണ് ഐഡിയൽ സ്റ്റേറ്റിൽ എത്തിച്ചേരുന്നത് എന്ന് അദ്ദേഹം ഈ കഥാപാത്രത്തെ കൂടി സൂചിപ്പിക്കുന്നു. എത്രമാത്രം ഇത് സ്വരാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വരാഷ്ട്രരുടെ ജീവിത ശൈലിയിലുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളെ ആ കഥാപാത്രമായിട്ട് ചേർത്ത് വെച്ചതുകൊണ്ടായിരിക്കാം വിമർശകന്മാരോ അനുവാചകന്മാരോ ആയിട്ടുള്ളവർ ഈ കഥാപാത്രം സ്വരാഷ്ട്രരുടെ പുനഃസൃഷ്ടിയാണ്, സ്വരാഷ്ട്രയെ അരങ്ങേറ്റം കഴിപ്പിച്ചിരിക്കുന്നതാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നു.
അതൊന്ന് പരിശോധിച്ച് നോക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞവർക്ക് സ്വരാശ്രനെ അറിഞ്ഞുകൂടാ, ഗുർജീഫിനെ അറിഞ്ഞുകൂടാ. സ്വരാശ്രനെ മനസ്സിലായിട്ടില്ല, ഗുർജീഫിനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രവാചകൻ ജനിച്ചിട്ട് മരിച്ച ആ അദ്ദേഹത്തിൻ്റെ ജന്മമരണാദികളോ അദ്ദേഹം യാത്ര ചെയ്ത് ഏതെങ്കിലും ഒരു ഒട്ടകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആനയുടെ പുറത്തോ ഒക്കെ ആയിരിക്കും. അതേപോലെ ഒരു കഥാപാത്രത്തിന് ഇപ്പോൾ ഇവിടെ നമ്മൾ ഭാരതത്തിലൊരു മയിലിൻ്റെ പുറത്ത് കയറി നടക്കുന്ന ഒരു സിദ്ധനെ പിന്നെ സൃഷ്ടിക്കുകയാണ്, കഥാപാത്രമായിട്ട് സൃഷ്ടിക്കുകയാണ്. ഉടൻ തന്നെ മനുഷ്യൻ്റെ സൈക്കി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയിലുള്ളവർ സുബ്രഹ്മണ്യനെ സങ്കല്പിക്കാൻ സാധ്യതയുണ്ട്, കാരണം പരിചയമുള്ളതാണല്ലോ. അപ്പോൾ അതുപോലെ സ്വരാശ്രനെ ആരോ സുഖമായിട്ട് ചേർത്ത് വെച്ചതാണെന്നാണ് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, അത് പരിശോധിക്കണം. ഞാനത് തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നോക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഗുർജീഫിനെ അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞതുപോലെ സ്വരാശ്രനെ മനസ്സിലായിട്ട് രണ്ടുപേരെ മനസ്സിലാക്കാത്ത ഉള്ള ഒരു യാത്രയാണ് ചെയ്തിരിക്കുന്നത്.